ഷിരൂർ ദുരന്തം സംഭവിച്ച് 1 വർഷം പൂർത്തിയാകുമ്പോൾ അർജുന്റെ മരിക്കാത്ത ഓർമ്മകളിൽ കഴിയുന്ന ഒരു കുടുംബമുണ്ട് കണ്ണാടിക്കരയിൽ. 72 ദിവസം നീണ്ടുനിന്ന രക്ഷാദൗത്യം, ഉയർന്നു വന്ന നിരവധി വിവാദങ്ങൾ, ആരോപണങ്ങൾ. മനസ്സുരുകുമ്പോഴും നിശ്ചയദാർഢ്യത്തോടെ ഒറ്റക്കെട്ടായാണ് അർജുന്റെ കുടുംബം ഇവയെല്ലാം അതിജീവിച്ചത്. 2024 ജൂലൈ 16 കേരളക്കരയുടെ മനസ്സിൽ കുത്തിവച്ചൊരു പേരായി അർജുൻ മാറി. സെലിബ്രിറ്റിയോ രാഷ്ട്രീയ നേതാവോ ആയിരുന്നില്ല, സാധാരണക്കാരനായ ഒരു ലോറി ഡ്രൈവർ. അടുത്ത കാലത്തൊന്നും മലയാളക്കര ഇത്രയേറെ നെഞ്ചിടിപ്പോടെ ഒരാളുടെ തിരിച്ചുവരവിനായി കാത്തിരുന്നിട്ടുണ്ടാകില്ല. ബെളഗാവിയിലെ രാംനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കേഷ്യ മരത്തടി കയറ്റി എടവണ്ണയിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ. പൻവേൽ കന്യാകുമാരി ദേശീയപാത 66-ൽ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോളയ്ക്കടുത്ത് ഷിരൂരിൽ കനത്ത മഴയ്ക്കിടെയുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുന്റെ ലോറി അപകടത്തിൽപ്പെടുന്നത്. ജൂലൈ 19 അപകട വിവരമറിഞ്ഞ് അർജുന്റെ സഹോദരനും സഹോദരി ഭർത്താവും ഷിരൂരിലേക്ക് തിരിക്കുന്നു. തിരച്ചിൽ പേരിന് മാത്രമെന്ന് കണ്ട് ബോധ്യപ്പെട്ട അർജുന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ വിവരം മലയാള മാധ്യമങ്ങളെയും കോഴിക്കോട് MP MK രാഘവനെയും അറിയിച്ചു. അപകട വിവരം കേരളത്തിൽ വലിയ വാർത്തയാകുന്നു. പിന്നീട് നടന്നത് 72 ദിവസം നീണ്ടു നിൽക്കുന്ന പോരാട്ടമായിരുന്നു. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി അർജുന്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കേണ്ട സാഹചര്യം വരെയുണ്ടായി. നിലച്ചിരിക്കാതെ എത്തിയ ദുരന്തത്തെ ഒരേ മനസ്സോടെയാണ് അർജുന്റെ കുടുംബം നേരിട്ടത്. ഓരോ ദിനവും തെരച്ചിൽ ഫലം കാണാതെ അവസാനിപ്പിച്ചപ്പോഴും കുടുംബം പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. നിശ്ചയദാർഢ്യത്തോടെ ഓരോ സാഹചര്യങ്ങളെയും കുടുംബം നേരിട്ടു. ശുഭവാർത്തയ്ക്കായുള്ള കാത്തിരിപ്പിന്റെ ഓരോ ഘട്ടവും മലയാളിയുടെ കണ്ണ് നനയിച്ചു. ആഴ്ചകൾ കഴിഞ്ഞതോടെ കുടുംബം യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ഓഗസ്റ്റ് 7 അർജുന്റെ കുടുംബത്തിനുള്ള സഹായമായി ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി. സെപ്റ്റംബർ 2 കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിച്ചു. സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ കൃഷ്ണപ്രിയയ്ക്ക് ജൂനിയർ ക്ലാർക്ക് നിയമനം നൽകുകയായിരുന്നു. നിരവധി വിവാദങ്ങളും ഇക്കാലയളവിൽ ഉയർന്നു വന്നു. അതെല്ലാം കുടുംബം സംയമനത്തോടെ നേരിട്ടു. 72 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 25 ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുന്റെ ലോറിയും ക്യാബിനിൽ നിന്ന് മൃതദേഹവും കണ്ടെത്തി. 3 ദിവസങ്ങൾക്ക് ശേഷം DNA പരിശോധന പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക്. ഏറെ കുതിച്ച് നിർമ്മാണം പൂർത്തിയാക്കി വീടിനോട് ചേർന്ന് കുടുംബം അർജുന് അന്ത്യവിശ്രമം ഒരുക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.